എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ നെയ്മീൻ പാലുകറിയാണ്. വളരെ രുചികരമാണ് ഈ ഒരു കറി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഏതൊരു ഫുഡിന്റെ ഒപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു മീൻകറി തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കൂ. അത്രയും ടേസ്റ്റ് ഉള്ളൊരു മീൻകറിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദേറിയ കാറ്ററിംഗ് സ്പെഷ്യൽ നെയ്മീൻ പാലുകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് നെയ്മീൻ പാലുകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ നെയ്മീനാണ് കഴുകി വൃത്തിയാക്കിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കുടൻ തന്നെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 കഷ്ണം ഉടമ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 15 കൊച്ചുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവ ഇപ്പൊ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് വഴറ്റാം. ഇനി ഇഞ്ചി നല്ലോണം ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇഞ്ചി ഇപ്പോൾ നല്ലോണം തന്നെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളിയും ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇനി വഴറ്റുന്ന കൊച്ചുള്ളിയിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കണം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി. ഈ ഒരു പൊടികള് നമുക്ക് കുറച്ച് നാളികേര പാല് ചേർത്തൊന്ന് കുഴച്ച് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ 1/2 ലിറ്റർ നാളികേര പാലൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് പാല് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പൊടികളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ കൈവശം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവെള്ള മുളക് പൊടി മാത്രം എടുത്താൽ മതിയാകും. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ വഴറ്റുന്ന കൊച്ചുള്ളി നല്ലോണം തന്നെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്ന പാകമായാൽ ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുവാണ്. പൊടികൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. പൊടികൾ മിക്സ് ചെയ്ത പാത്രത്തിൽ ഒരു നുള്ളു വെള്ളം കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മൊരിയിച്ചെടുക്കാം. അരപ്പ് നല്ലോണം മൊരിഞ്ഞ് ഒന്ന് ഉരുണ്ട് വരുന്ന പാകമായി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ മസാലകൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൊരിഞ്ഞു വരുന്ന പാകമായാൽ നമ്മുടെ ചട്ടിയിൽ നിന്നും എല്ലാം വിട്ട് ഇതുപോലെ ഉരുണ്ട് വരുന്ന ഒരു ഭാഗത്തിലേക്കായി വരും. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ 2 കഷ്ണം പുളിയാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല മുരിയിച്ചപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് മുരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ഇനിയിപ്പോ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പുളിയും കൂടി ചേർത്ത് അരപ്പൊന്ന് നല്ലതായിട്ട് തന്നെ തിളച്ച് വരട്ടെ. ഇപ്പൊ നമ്മുടെ അരപ്പ് നല്ലോണം തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാകത്തില് നമുക്കിതിലേക്ക് നാളികേരപ്പാല് ചേർക്കാം. 1/2 ലിറ്റർ നാളികേരപ്പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ പൊടികളൊന്ന് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് 1-ാം പാലും 2-ാം പാലും ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നാളികേരപ്പാൽ ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള അരമുറി നാളികേരാണ് തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫുൾ ഫ്ലെയിം തന്നെയാണ് വെച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് നല്ലോണം തന്നെ വെട്ടി തിളച്ച് വരണം. ചാറൊന്ന് ചെറുതായിട്ട് കുറുകിയും വരണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് 2 മിനിറ്റ് നേരം ഒന്ന് തിളച്ചാൽ മതിയാകും നമ്മുടെ കറി ഒന്ന് റെഡിയായി കിട്ടാനായിട്ട്. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അടിയൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി മീൻകറി ഒന്ന് തിളച്ച് വരട്ടെ. കറി ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കറി നല്ലപോലെ വെട്ടി തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ അടിചേർത്ത് ഇളക്കി കൊടുക്കാം. അധികം ഒന്നും വേവില്ലാത്തൊരു മീനാണിത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുത്ത കറിയൊന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ മീൻകറിയിലേക്ക് 2-3 തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ കാറ്ററിംഗ് സ്പെഷ്യൽ നാളികേര പാലൊഴിച്ചിട്ടുള്ള നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.